കൊച്ചിയിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങളിലേക്ക് മദ്യലഹരിയിൽ കാർ ഓടിച്ചു കയറി അപകടം. ഇന്നലെ രാത്രി കുണ്ടന്നൂർ ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. 15ഓളം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പുറത്തേക്ക് കയറി പോരുമായിരുന്നു. ഏകദേശം എത്ര വണ്ടിയോളം? ഒരു 14-15 വണ്ടിയോളം. ഇടിപ്പിച്ച ആളെവിടെ? ആളെ മറ്റേ മെഡിക്കലിനായിട്ട് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ഭയങ്കര ഒച്ചപ്പാടും വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ കൂടത്തിൽ ഒരു 2 ലേഡീസിനുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇവിടെ നിൽപ്പുണ്ടായ അവരുടെ സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്. ഇവർ കൊല്ലത്തെങ്ങാണ്ടുള്ളതാണ്. ഇവിടെ എങ്ങാണ്ട് തൃപ്പൂണിത്തുറയിലെങ്ങാണ്ടാണ് താമസിക്കുന്നത്. വെള്ളം വരുന്നല്ലേ? വണ്ടിയിൽ എത്ര പേരുണ്ടായി? വണ്ടിയിൽ ആളപായം ഒന്നുമില്ല. അവിടെ ഒറ്റയ്ക്ക് ആളുണ്ടായിരുന്നു. പക്ഷെ അവരെ കൊച്ചു വെച്ച് ഓടിക്കണം. ഏകദേശം 16 വണ്ടിയോളം ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷമാണ് വണ്ടി അടിയിൽ കയറിയാണ് നിന്നേക്കുന്നത്. സ്നേഹ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, 15ഓളം വാഹനങ്ങൾക്കാണ് ഈ കേടുപാടുകൾ പറ്റിയിട്ടുള്ളത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? മദ്യലഹരിയിലായിരുന്നു? ആര്യ, ഇന്നലെ രാത്രി ഏകദേശം 11:30യോടെയാണ് ഈ കുണ്ടന്നൂർ ജംഗ്ഷന് സമീപമുള്ള അലി കഫേക്ക് മുന്നിൽ നിർത്തിയിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഇത്തരത്തിൽ ഈ കാറ് ഇടിച്ച് കയറുന്നത്. ഈ കാറിൽ ഉണ്ടായിരുന്നത് 3 പേരായിരുന്നു. കൊല്ലം സ്വദേശിയായ മഹേഷ്, അതുപോലെ തന്നെ മഹേഷിൻ്റെ സഹോദരി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഇങ്ങനെ 3 പേരായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. മഹേഷ് അമിതമായി മദ്യപിച്ചിരുന്നു. അത് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഈ കഫേയുടെ മുന്നിലായി നിർത്തിയിട്ടിരുന്ന 15ഓളം വാഹനങ്ങളിലേക്ക് ഈ കാറ് വേഗം കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നു. ഈ 15ഓളം വാഹനങ്ങൾക്കും കാര്യമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഇടിച്ചപ്പോൾ തന്നെ ആളുകൾ മഹേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം അദ്ദേഹം അക്രമാസക്തനായി പെരുമാറുകയായിരുന്നു എന്നാണ് ഇവിടെ കണ്ടുനിന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ തന്നെ മരട് പോലീസ് സംഭവ സ്ഥലത്തെത്തി മഹേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കാറ് ഇടിച്ച വാഹനങ്ങളാണിത്. ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങളായിരുന്നു. കാര്യമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുറേ വാഹനങ്ങളൊക്കെ സംഭവ സ്ഥലത്തു നിന്നും എടുത്ത് മാറ്റിയിട്ടുമുണ്ട്. അതിലും ഇന്നലെ തന്നെ ഈ മഹേഷിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കാരണം ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ കാർ ഇത്തരത്തിൽ വേഗത്തിൽ പാഞ്ഞു വരുന്നത് കണ്ട് ആളുകൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത്. അതിലും അമിതമായി മദ്യപിച്ചിരുന്നു എന്ന കാര്യം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ തന്നെ ഈ കൊല്ലം സ്വദേശിയായ മഹേഷിന് സ്റ്റേഷൻ ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. ആര്യ. ശരി സ്നേഹ.